നമസ്കാരം. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും കേരളത്തിലെ ഏറ്റവും വലിയ ജനകീയ വാർത്താ മണിക്കൂറിലേക്ക് സ്വാഗതം. നാടിന്റെ വിവിധ ഭാഗങ്ങളിൽ മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങൾ ചൂണ്ടിക്കാട്ടാനും അതിന് പരിഹാരം നിർദ്ദേശിക്കാനുമുള്ള വാർത്താ മണിക്കൂറാണ് പൊതുജനം കഴുതിയല്ല സർ എന്ന ഈ പരിപാടി. ഒരു മാധ്യമം എന്ന നിലയിൽ 24-ന് കഴിയുന്നതിന്റെ പരമാവധി വാർത്താ ഇടപെടൽ ഈ വിഷയങ്ങളിലൊക്കെ ഉണ്ടാകും. അപ്പോൾ ആരംഭിക്കുകയാണ് പൊതുജനം കഴുതിയല്ല സർ. പൊതുജനം കഴുതയല്ല സാർ. പ്രേക്ഷകർക്ക് നേരിട്ട് ഈ പരിപാടിയിലേക്ക് വിളിക്കാം. ജനകീയ വിഷയങ്ങൾ, നാട്ടിലെ പ്രശ്നങ്ങളൊക്കെ അറിയിക്കാം. 0484-283-0510 ഈ നമ്പറിൽ നേരിട്ട് വിളിച്ച് വിഷയങ്ങൾ അറിയിക്കാം. വാർത്തകൾ, ദൃശ്യങ്ങളൊക്കെ വാട്സാപ്പ് വഴി ഞങ്ങൾക്ക് അയച്ചു നൽകാം. 6235968937 ഈ നമ്പറിലൂടെ വാട്സാപ്പ് വഴി ദൃശ്യങ്ങളും വാർത്തകളുമൊക്കെ ഞങ്ങളിലേക്ക് എത്തിക്കാം. നമ്മളിന്ന് ആദ്യം പോകുന്നത് കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ മരുന്ന് ക്ഷാമത്തിന് പരിഹാരമായില്ല. ഡയാലിസിസിന് മരുന്നും മറ്റ് ചികിത്സാ ആനുകൂല്യങ്ങളും കിട്ടാത്തതിൽ പ്രതിഷേധിച്ച് വൃക്കരോഗികൾ പ്രതീകാത്മക ഡയാലിസിസ് നടത്തി. സർക്കാരിന്റെ ഇടപെടൽ ആവശ്യപ്പെട്ട് കോഴിക്കോട് കളക്ടറേറ്റിന് മുന്നിലായിരുന്നു അവരുടെ സമരം. ജീവൻ നിലനിർത്താൻ മറ്റു വഴികളില്ലാത്തതുകൊണ്ടാണ് വൃക്കരോഗികൾ ഇങ്ങനെ തെരുവിലിറങ്ങി പ്രതിഷേധം ആരംഭിച്ചത്. ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമായി നടപ്പിലാക്കുക, ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക തുടങ്ങി നിരവധി ആവശ്യങ്ങളാണ് ഇവർ മുന്നോട്ട് വെക്കുന്നത്. ഒന്ന് നേരെ നടക്കാൻ പോലും ബുദ്ധിമുട്ടുന്നവരാണ് വൃക്കരോഗികൾ, പ്രത്യേകിച്ച് ഡയാലിസിസ് രോഗികൾ. ഇവരാണ് ഇന്ന് സമരത്തിനിറങ്ങിയത്. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ 1600 രൂപ വേണം. ഒരു മാസം 3-4 ഡയാലിസിസുകൾ ചെയ്യണം. മരുന്നുൾപ്പെടെ 25,000 രൂപയോളം വരും. സർക്കാർ ആശുപത്രികളിൽ ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നില്ലാത്തതിനാൽ അധിക വില കൊടുത്ത് മരുന്ന് വാങ്ങുന്നവരാണിവർ. ചിലർക്ക് അതിനും കഴിയില്ല. ഡയാലിസിസ് രോഗികൾ ഒരു സൗകര്യം കിട്ടാതെ വല്ലാതെ പ്രയാസപ്പെടാം. നമ്മൾ മനസ്സിലാക്കണമെന്ന് പറഞ്ഞാൽ വൃക്കരോഗികളിലെ ഏതാണ്ട് 80% ആളുകളും വളരെ പാവപ്പെട്ട ആളുകളാണ്. വാടക വീട്ടിൽ താമസിക്കുന്ന ആളുകളുണ്ട്, നിത്യവൃത്തിക്ക് ഒരു വരുമാനമില്ലാത്ത ആളുകളുണ്ട്. അവരൊക്കെ ഇവിടെ നേരത്തെ സൂചിച്ച പോലെ മാസത്തിൽ 20,000-30,000 രൂപ സംഘടിപ്പിക്കാൻ എന്താ ചെയ്യുക? ആരോടാണ് അവർ പറയുക? ഇപ്പം നിലവിൽ പല സന്നദ്ധ സംഘടനകളുണ്ട്. അവർ ഒരു 1000 രൂപ കൊടുക്കുന്ന ആളുണ്ടാവും, 500 രൂപ കൊടുക്കുന്ന ആളുണ്ടാവും. അവരൊക്കെ സഹായം തേടിയിട്ടാണ് ഇവർ വളരെ പ്രയാസപ്പെട്ട് നരകതുല്യ. ശരിക്കും ആയുഷ്മാൻ ഭാരത് പദ്ധതി കാര്യക്ഷമമാക്കുക, ഫ്ലൂയിഡ് ഉൾപ്പെടെയുള്ള മരുന്നുകൾ ലഭ്യമാക്കുക, കാരുണ്യ ഫാർമസിയിലെ മരുന്നുക്ഷാമം പരിഹരിക്കുക തുടങ്ങിയവയാണ് കളക്ടറേറ്റിന് മുന്നിലെ സമരത്തിലൂടെ ഉന്നയിക്കുന്നത്. ഡയാലിസിസിനെത്തിയ രോഗികൾ ഇന്നും മരുന്ന് കിട്ടാതെ വലഞ്ഞ കാഴ്ചയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ നിന്ന് കണ്ടത്. ഈ ഡയാലിസിസ് മുന്നോട്ട് കൊണ്ടാണെങ്കിൽ ആശുപത്രി ഈ മരുന്നുകളെല്ലാം കിട്ടിയാലേ കഴിയുള്ളൂ. കാരണം ആരുടെ സഹായം കൊണ്ട് തികയത്തില്ല. എന്താ വെച്ചാൽ എന്തായാലും മെഡിക്കൽ നമ്മളെ ഇതാക്കി തരണം. പിന്നെ പറയാന്ന് വെച്ചാൽ ഞങ്ങൾക്ക് പറയാൻ വാക്കുകളില്ല. ഒന്നിക്കിൽ എന്തെങ്കിലും മുന്നോട്ട് ചിന്തിച്ചാൽ ഒരു വഴിയില്ല കാണാൻ. കാരണം വെച്ചാൽ ഒരു ദിവസം പോരാ, ആഴ്ചയിൽ 3 ദിവസം ഈ ഡയാലിസിസ് ചെയ്യണം. ഇത്രയും രൂപ എന്നും കിട്ടാനുള്ള ഒരു വഴിയുമില്ല. മരുന്ന് കമ്പനികൾക്ക് നൽകാനുള്ള കുടിശ്ശിക നൽകാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഇന്ന് നടത്തിയത് സൂചനാ സമരം മാത്രമാണ്. പ്രശ്നപരിഹാരമായില്ലെങ്കിൽ മറ്റ് സമരപരിപാടികളിലേക്ക് നീങ്ങേണ്ടി വരുമെന്ന മുന്നറിയിപ്പാണ് വൃക്കരോഗികൾ നൽകുന്നത്. ചികിത്സ മുന്നോട്ട് കൊണ്ടുപോകാൻ ഇനി എന്തു ചെയ്യണമെന്ന് ഇവർക്കറിയില്ല. ഇവരുടെ പ്രശ്നം നിരവധി തവണ ഞങ്ങൾ തന്നെ സർക്കാരിന് മുന്നിൽ എത്തിച്ചതാണ്. ഇത് കാണാതെ പോകരുത്. രാജേഷ് വെള്ളരിക്കുണ്ടിനൊപ്പം മിഥില ബാലൻ, 24 കോഴിക്കോട്. പൊതുജനം കഴുതയല്ല സാർ. ഒരു ദിവസം ഡയാലിസിസ് ചെയ്യാൻ വേണ്ടത് 1600 രൂപയാണ്. അങ്ങനെ മാസത്തിൽ 3-4 തവണ ഡയാലിസിസ് ചെയ്യേണ്ടി വരും. അധിക തുക നൽകി മരുന്ന് വാങ്ങാൻ സാധാരണക്കാർക്ക് കഴിയാത്ത അവസ്ഥയുണ്ട്. പ്രതികരണങ്ങളിലേക്കാണ് ഇനി. ഈ മരുന്നുകൾ കിട്ടണില്ല, പിന്നെ കാരുണ്യൻ്റെ മരുന്നൊന്നും കിട്ടണില്ല. അങ്ങനെയുള്ള എല്ലാ ബുദ്ധിമുട്ടുകളും ഉണ്ട്. പണ്ട് ജില്ലാ പഞ്ചായത്തിൻ്റെ മരുന്നുകളും ഒക്കെ കിട്ടുന്നുണ്ട്, ഇപ്പോൾ ഒന്നും കിട്ടുന്നില്ല. നമുക്ക് ആ ഒരു ഡയാലിസിസ് സെൻ്റർ എന്ന് പറഞ്ഞാൽ ഇവിടുത്തെ ഇക്രൈൻ്റെ കീഴിലുള്ള JDT സെൻ്ററിലാണ് ഞങ്ങൾക്കിത് കിട്ടുന്നത്. അവിടെ താൽക്കാലികമായിട്ട് നമുക്ക് മാത്രമേ കിട്ടുന്നുള്ളൂ ഇത് ഇൻഷുർ. ബാക്കിയെല്ലാം ആർക്കും രൂപകൾ കിട്ടുന്നില്ല. പിന്നെ മരുന്നുകളില്ല. പെരിട്ടോണിയൽ ചെയ്യുന്നവർക്ക് ഫ്ലൂയിഡ് കിട്ടുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് ഒരു 4000 രൂപ പെൻഷൻ്റെ ഉണ്ട്, അത് കിട്ടുന്നില്ല. ഈ പ്രൈവറ്റ് ചെയ്യുന്ന ആളുകൾക്ക് വലിയ പ്രശ്നമില്ല, കാരണം അവിടെ പൈസ കൊടുത്താൽ റെഡിയായി കിട്ടുന്നുണ്ട്. മറ്റവർക്ക് അത് ചെയ്യാൻ പറ്റാത്ത ഒരവസ്ഥയാണ് ഇപ്പോൾ ഉള്ളത്. ഇനിയും വാങ്ങാണ്ട് മരുന്ന്. ഇനി ഞങ്ങൾക്ക് എന്താ, ഞങ്ങൾക്ക് പറയാൻ ഇനി വാക്കുകളൊന്നുമില്ല. ഇത്രയും പറഞ്ഞില്ലേ, എന്നിട്ടും ഒന്നും ഒരു ഇതുമില്ലല്ലോ.
അപ്പോൾ പിന്നെ അത് തന്നെ. പിന്നെ ഇനിയിപ്പോൾ ഞങ്ങൾ എന്താ പറയുക, ഇനിയിപ്പോൾ ഞങ്ങൾ കൂട്ടത്തോടെ ആത്മഹത്യ, അത്രേ ഉള്ളൂ. അതല്ലാതെ ഇനിയിപ്പോൾ ഞങ്ങൾക്ക് മുന്നോട്ടേക്ക് പോകാൻ ഒരു വഴിയില്ല. 900 റുപ്യൻ്റെ അടുത്ത് ഡയാലൈസറിന് തന്നെ വില വരും. അതൊക്കെ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടുന്ന സാധനമാണ്. പിന്നെ ആസിഡ് ഇവിടെ ഇല്ല, ബൈക്കാർബില്ല, അങ്ങനെ 2-3 സാധനങ്ങൾ ഇപ്പോൾ സ്ഥിരമായിട്ട് ഇവിടെ കൊണ്ടുവരണം. ഇപ്പോൾ നമ്മളിപ്പോൾ 900 റുപ്യ ആരോഗ്യ ഇൻഷുറൻസിൽ ബില്ലടിച്ചുകൊണ്ട് അതിൻ്റെ പുറമെയാണ് ഇപ്പോൾ ഇത് ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ കഴിഞ്ഞ് മറ്റന്നാൾ വേറെ എന്തെങ്കിലും വാങ്ങാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇനി നമ്മൾ അതും വാങ്ങണം. പ്രേക്ഷകർ കൂടി ഈ വിഷയത്തിൽ പ്രതികരണങ്ങൾ പറയുന്നുണ്ട്. വയനാടിൻ്റെ ജീവനാഡിയാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജ്. കൂടുതൽ രോഗികളും അവിടേക്ക് വയനാട്ടിൽ നിന്നും അവിടേക്ക് ആളുകൾ എത്തുന്ന ഒരു സാഹചര്യമുണ്ട്. അതുകൊണ്ട് ഇക്കാര്യത്തിലൊക്കെ സർക്കാരിന് അടിയന്തര ഇടപെടൽ വേണം, മരുന്ന് ക്ഷാമത്തിൽ ഇടപെടണം എന്ന് ദിലീപ് PC പറയുന്നുണ്ട്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് സെക്രട്ടേറിയറ്റിന് മുന്നിൽ ആശാ വർക്കേഴ്സ് നടത്തുന്ന സമരം ശക്തമാകുന്നു. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മുഴുവൻ പേരും പങ്കെടുക്കുന്ന മഹാസംഗമം സംഘടിപ്പിക്കും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് മുഖ്യമന്ത്രിക്ക് ആശാ വർക്കർമാരുടെ സംഘടന നിവേദനം നൽകി. സർക്കാരിനെതിരെ വിമർശനവുമായി ഡോക്ടർ ഗീവർഗീസ് മാർ കൂറിലോസ് സമരപന്തലിൽ എത്തി. വനിതാ സൗഹൃദ സംസ്ഥാനത്ത് ഒരു പറ്റം സ്ത്രീകൾ ചെയ്ത ജോലിക്കുള്ള കൂലിക്കായി സമരത്തിലാണ്. പക്ഷേ ഇങ്ങനെ ഒരു സമരമേ നടക്കുന്നില്ലെന്ന മട്ടാണ് ഇവിടുത്തെ സർക്കാരിന്. വേതന വർധന ഉൾപ്പെടെയുള്ള ആവശ്യങ്ങൾ ഉന്നയിച്ച് ആശാവർക്കർമാർ സംഘടിപ്പിച്ച സമരം 9ാം ദിവസത്തിലേക്ക് കടക്കുമ്പോഴും സർക്കാർ പരിഗണിക്കുന്നില്ലെന്ന ആക്ഷേപം ശക്തമാണ്. വ്യാഴാഴ്ച സെക്രട്ടേറിയറ്റിന് മുന്നിൽ മഹാസംഗമം സംഘടിപ്പിക്കാനാണ് ആശാവർക്കർമാരുടെ തീരുമാനം. കേരളത്തിലെ മുഴുവൻ ആശാവർക്കർമാരും പ്രതിഷേധ സമരത്തിന്റെ ഭാഗമാകും. സമരത്തിനെത്തുന്നവർ തിരിച്ചു പോകില്ലെന്ന് ആശാവർക്കർമാരുടെ മുന്നറിയിപ്പ്. ശക്തമായി തുടരുമെന്നുള്ളത് നമ്മൾ പ്രഖ്യാപിച്ചുകൊണ്ടാണ് 10ാം തീയതി ഇവിടെ വന്നത്. 10ാം തീയതി മുതൽ നമ്മൾ സമരം ആരംഭിച്ചത്. എന്തായാലും 20ാം തീയതി കേരളത്തിലെ പരമാവധി ആശമാർ ഇവിടെ വരാനുള്ള ഒരു പ്രവർത്തനമാണ് നമ്മൾ നടത്തുന്നത്. 20ാം തീയതി വന്നു കഴിഞ്ഞാൽ ആശമാർ തിരിച്ചു പോകില്ല, ഇവിടെ തന്നെ ഇരിക്കും. വിഷയത്തിൽ ഇടപെടണമെന്ന് കാണിച്ച് ആശാവർക്കർമാരുടെ സംഘടന മുഖ്യമന്ത്രിക്ക് നിവേദനം നൽകി. ആരോഗ്യവകുപ്പ് പ്രശ്നം പരിഗണിക്കുന്നില്ലെന്നും മുഖ്യമന്ത്രി പ്രശ്നപരിഹാരം ഉണ്ടാക്കണമെന്നുമാണ് ഇവരുടെ ആവശ്യം. സർക്കാരിനെതിരെ വിമർശനവുമായി ഗീവർഗീസ് മാർ കുറിലോസ് രംഗത്തെത്തി. മനുഷ്യരാകണമെന്ന് പാടിയാൽ മാത്രം പോരെന്ന് ഗീവർഗീസ് മാർ കുറിലോസ്. ആ നിരാശ മാറ്റി യഥാർത്ഥ ആശ, പ്രതീക്ഷ അവരുടെ ജീവിതത്തിൽ പുലരണമെങ്കിൽ അവരെ മനുഷ്യരായി പരിഗണിക്കണം. മനുഷ്യനാകുക എന്ന് പാടിയാൽ മാത്രം പോരാ, മുദ്രാവാക്യം വിളിച്ചാൽ പോരാ, അത് സർക്കാരിന്റെ നയങ്ങളിൽ പ്രകടമാവണം. നമ്മുടെ ജീവിതത്തിൽ അത് അനുഭവേദ്യമാകണം. അതേസമയം ഒറ്റയ്ക്ക് തീരുമാനമെടുക്കാനാകില്ലെന്ന നിലപാടിലാണ് ആരോഗ്യമന്ത്രി. പ്രതിഷേധം കടുക്കുമ്പോഴും ആരോഗ്യമന്ത്രി മൗനം തുടരുകയാണ്. സമരക്കാർക്കെതിരെ കഴിഞ്ഞ ദിവസം പോലീസ് കേസെടുത്തിരുന്നു. സമരത്തിന് വരും ദിവസങ്ങളിൽ പ്രതിപക്ഷ കക്ഷികൾ ഉൾപ്പെടെ പ്രത്യക്ഷ പിന്തുണ നൽകിയേക്കും. ഒരാശയമില്ലാത്ത അവസ്ഥയാണ് സംസ്ഥാനത്ത് ആശാവർക്കർമാർക്ക്. പാവപ്പെട്ടവരാണ്, തുച്ഛമായ വേതനത്തിന് പണിയെടുക്കുന്നവരാണ്. ഇവരെ കൂടി പരിഗണിക്കാൻ ഈ സർക്കാർ ഒന്ന് തയ്യാറാവണം. ക്യാമറാമാൻ രാജ് കിരണിനൊപ്പം എ വി ജയശങ്കർ, 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. അവരുടെ സമരം 9ാം ദിവസമാണ്. അക്കാര്യത്തിൽ സർക്കാർ അടിയന്തരമായി ഇടപെടും നമ്മൾ പ്രതീക്ഷിക്കുന്നു. ഇപ്പോൾ ഒരു വാർത്ത രാഹുൽ വിജയൻ അറിയിക്കുന്നു ഇടുക്കിയിൽ നിന്ന്. മൂന്നാറിലെ ജനവാസ മേഖലയിൽ വീണ്ടും ഒറ്റക്കൊമ്പൻ ഇറങ്ങിയെന്നുള്ള വാർത്ത. നല്ലതണ്ണി എസ്റ്റേറ്റിലെ ലയങ്ങളോട് ചേർന്നാണ് കാട്ടാന ഇറങ്ങിയിരിക്കുന്നത്. ഇപ്പോഴും ജനവാസ മേഖലയിൽ തന്നെയാണ് ഒറ്റക്കൊമ്പൻ ഉള്ളത് എന്ന് രാഹുൽ ഇടുക്കിയിൽ നിന്ന് അറിയിക്കുന്നുണ്ട്. രാഹുൽ ഗാന്ധിക്ക് പിന്നാലെ ശശി തരൂർ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തി. രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലുണ്ട്. ബൽറാം നെടുങ്ങാടിയുണ്ട് വിശദാംശങ്ങളുമായി ഇപ്പോൾ ഡൽഹിയിൽ നിന്ന്. ബൽറാം, ഈ ചർച്ചയുടെ വിവരങ്ങൾ അറിയാൻ കഴിയുന്നുണ്ടോ ബൽറാം? ഉന്മേഷ്, ഏറെ നിർണായകമായ ഒരു കൂടിക്കാഴ്ചയാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് വൈകിട്ട് ശശി തരൂർ MP രാഹുൽ ഗാന്ധിയെയും സോണിയാഗാന്ധിയുമായി വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. അരമണിക്കൂറോളം നീണ്ടുനിന്ന ആ കൂടിക്കാഴ്ച. അതിനുശേഷമാണ് ഇരുവരും ഈ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് എത്തിയത്. ആദ്യ ഘട്ടത്തിൽ ശശി തരൂർ എത്തിയതിന് പിന്നാലെ തന്നെ KC വേണുഗോപാൽ രാഹുൽ ഗാന്ധിയുടെ വസതിയിൽ നിന്ന് ഇറങ്ങി മല്ലികാർജ്ജുൻ ഖാർഗെയുടെ വസതിയിലേക്ക് കൂടിക്കാഴ്ചയ്ക്കായി എത്തിയിരുന്നു. ശശി തരൂരുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് തൊട്ടു പിന്നാലെയാണ് രാഹുൽ ഗാന്ധി ഇവിടെ എത്തിയത്. തുടർന്ന് തൊട്ടു പിന്നാലെ തന്നെ ശശി തരൂരും എത്തി 5 മിനിറ്റിനകം തന്നെ കൂടിക്കാഴ്ച പൂർത്തിയാക്കി മടങ്ങുകയായിരുന്നു. ശശി തരൂർ ഖാർഗെയുമായി നിമിഷങ്ങൾ മാത്രമാണ് കണ്ടത്. അതിനുശേഷം അദ്ദേഹം മടങ്ങി. എന്നാൽ ഇപ്പോൾ രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ACC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുകയാണ്. ഏറെ നിർണായകമാണ് ഈ പ്രത്യേകിച്ച് ശശി തരൂർ അടുത്ത് ഉണ്ടാക്കിയ വിവാദങ്ങളുമായി ബന്ധപ്പെട്ട് ഈ കൂടിക്കാഴ്ച ഏറെ നിർണായകം തന്നെയാണ്.
തനിക്കുള്ള പരിഭവങ്ങൾ, പരാതികൾ എന്നിവ, ഒപ്പം തന്നെ താൻ സംസ്ഥാന സർക്കാരിനെ പ്രകീർത്തിച്ചും ദേശീയ തലത്തിൽ പ്രധാനമന്ത്രിയുടെ US സന്ദർശനത്തെ പ്രകീർത്തിച്ചും നടത്തിയ പരാമർശങ്ങൾ ഏത് പശ്ചാത്തലത്തിലാണ്, എന്ത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്നീ കാര്യങ്ങൾ അദ്ദേഹം വിശദീകരിച്ചിട്ടുണ്ട്. കൂടാതെ മാസങ്ങളായി തന്നെ അവഗണിക്കുന്നു എന്നുള്ള പരാതി അദ്ദേഹത്തിനുണ്ട്. ഇത് സംബന്ധിച്ചുള്ള കാര്യങ്ങളും ഇന്നത്തെ കൂടിക്കാഴ്ചയിൽ ചർച്ചയായി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഇതിന് ശേഷമാണ് ഈ ശശി തരൂരിനെ സംബന്ധിച്ചിടത്തോളം സംസ്ഥാനത്തും ദേശീയ തലത്തിലും പാർട്ടി നേതാക്കളെ പ്രതിരോധത്തിലാക്കിയതാണ് അദ്ദേഹത്തിൻ്റെ പരാമർശങ്ങൾ. അത് തള്ളിക്കൊണ്ട് നേതാക്കൾക്ക് നിലപാട് വ്യക്തമാക്കേണ്ടി വന്നു. പാർട്ടിയുടെ നിലപാട് ഇതല്ല, തരൂർ പറയുന്നതല്ല പാർട്ടിയുടെ നിലപാട്, അത് അദ്ദേഹത്തിൻ്റെ വ്യക്തിപരമായ നിലപാടാണ് എന്ന് വിശദീകരിക്കേണ്ടി വന്നപ്പോഴും ശശി തരൂരാകട്ടെ തൻ്റെ നിലപാടിൽ തിരുത്താൻ തയ്യാറായിട്ടില്ല. അതിനെ ന്യായീകരിക്കുകയാണ് അദ്ദേഹം ചെയ്തത്. ഈ ഒരു ഘട്ടത്തിലാണ് ഈ കൂടിക്കാഴ്ച. അത് ശശി തരൂരിനെതിരെ സംസ്ഥാനത്ത് നിന്നടക്കമുള്ള പരാതികൾ നേതൃത്വത്തിന് മുന്നിൽ ലഭിച്ചിട്ടുണ്ട്. ഈ ഒരു പരാതികളുടെ കൂടി കണക്കിലെടുത്തുകൊണ്ടാണ് ശശി തരൂരിനെ കൂടിക്കാഴ്ചയ്ക്കായി രാഹുൽ ഗാന്ധി ക്ഷണിച്ചത് എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിനുശേഷമാണ് ഇപ്പോൾ AICC അധ്യക്ഷനെ കാണാനായി ഇരുവരും എത്തിയിരിക്കുന്നത്. സംഘടനാ ജനറൽ സെക്രട്ടറി KC വേണുഗോപാലും ഒപ്പം തന്നെ രാഹുൽ ഗാന്ധിയും AICC അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെയുമായി കൂടിക്കാഴ്ച നടത്തുന്നു. ഈ അടുത്തിടെയുണ്ടായ ശശി തരൂരുമായി ബന്ധപ്പെട്ട വിവാദങ്ങളുടെ തുടർ നടപടികൾ എന്ത് എന്നുള്ള ഇക്കാര്യത്തിൽ ഈ കൂടിക്കാഴ്ചയോടുകൂടി വ്യക്തത വരും. പ്രധാനമായും ഈ ശശി തരൂരിന്റെ പരാതികൾ പരിഹരിക്കാനുള്ള നടപടികൾ നേതൃത്വത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമോ, ഒപ്പം തന്നെ നേതൃത്വം നിർദ്ദേശം നൽകിയതനുസരിച്ച് ശശി തരൂർ തന്റെ വിവാദമായ പരാമർശങ്ങൾ പിൻവലിക്കാൻ തയ്യാറാകുമോ എന്നുള്ളതാണ് ഇനി വ്യക്തമാകാനുള്ളത്. ഉന്മേഷ്. ശരി, ബൽറാം നെടുങ്ങാടിയാണ് ഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. നമ്മൾ നൽകിയ വാർത്തകളുമായി ബന്ധപ്പെട്ട് പ്രേക്ഷക പ്രതികരണങ്ങൾ വരുന്നുണ്ട്. ആശമാർക്ക് ആശയില്ലാത്ത അവസ്ഥ ഉണ്ടാകരുത്, ആശാവർക്കർമാർക്ക് അവരുടെ ആനുകൂല്യങ്ങൾ നൽകാൻ സർക്കാർ ഇടപെടണമെന്ന് ഷാഫി കൊമേരി മസ്കറ്റിൽ നിന്ന് പറയുന്നുണ്ട്. നേരത്തെ സൂചിപ്പിച്ച വാർത്തയുടെ വിശദാംശങ്ങളിലേക്കാണ് ഇനി. മൂന്നാറിലെ ജനവാസ മേഖലയിൽ ഒറ്റക്കൊമ്പനിറങ്ങി നല്ലതണ്ണി എസ്റ്റേറ്റ് ലയങ്ങളോട് ചേർന്നാണ് കാട്ടാന ഉള്ളത്. രാഹുൽ വിജയനോട് വിശദാംശങ്ങളുമായി. രാഹുൽ, ഇപ്പോഴും ജനവാസ മേഖലയിലാണ് ഒറ്റക്കൊമ്പൻ? ഉന്മേഷ്, ഇപ്പോഴും ജനവാസ മേഖലയിൽ ഒറ്റക്കൊമ്പൻ തുടരുന്നു എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. അല്പസമയം മുമ്പാണ് ഈ ജനവാസ മേഖലയിലേക്ക് ഈ ലയങ്ങളോട് ചേർന്ന് കാട്ടാന എത്തുന്നത്. നല്ലതണ്ണി എസ്റ്റേറ്റ് മേഖലയിൽ ഈ ഒറ്റക്കൊമ്പൻ എന്ന് പറയുന്ന കാട്ടാന കഴിഞ്ഞ കുറച്ച് ദിവസമായി ഉണ്ട്. വലിയ തരത്തിലുള്ള പ്രതിസന്ധി ഈ നാട്ടുകാർക്കും തോട്ടം തൊഴിലാളികൾക്കും ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. മാത്രമല്ല, ഈ ഒറ്റക്കൊമ്പന്റെ കാലിന് പരിക്കുണ്ട്. പടയപ്പയുമായി ഏറ്റുമുട്ടിയതിന് പിന്നാലെ ഉണ്ടായ പരിക്കാണ്. ആ പരിക്ക് വെച്ച് നടക്കുന്നതുകൊണ്ട് ആന അക്രമ സ്വഭാവത്തിലേക്ക് പോകുമോ എന്നുള്ളൊരു ആശങ്ക കൂടി നാട്ടുകാർ പ്രകടിപ്പിക്കുന്നുണ്ട്. എന്തായാലും RRT അല്പസമയത്തിനകം തന്നെ ഈ പ്രദേശത്തേക്ക് ആനയെ നിരീക്ഷിക്കും എന്നുള്ളതാണ് നാട്ടുകാർ പറയുന്നത്. ആശങ്കപ്പെടേണ്ട സാഹചര്യം നിലവിലില്ല എന്നും വനംവകുപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ഒരിക്കൽ കൂടി പൊതുജനങ്ങൾ ജലസ്ത്ര എന്ന പരിപാടിയിലേക്ക് സ്വാഗതം. ചില വിഷയങ്ങൾ കൂടി പ്രേക്ഷകർ നമ്മുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഹരികൃഷ്ണൻ C പറയുന്നത് കേന്ദ്ര ഗവൺമെന്റ് അവഗണന മൂലം ആയിരക്കണക്കിന് റിസർച്ച് സ്കോളേഴ്സ് ഇപ്പോൾ ആത്മഹത്യയുടെ വക്കിലാണെന്ന് പറയുന്നു. NFOBC JRF ഫെലോഷിപ്പ് മുടങ്ങിക്കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായിട്ടുണ്ട് എന്നാണ് അദ്ദേഹം പറയുന്ന. അക്കാര്യത്തിൽ ഒരു ഇടപെടൽ ഉണ്ടാകണം. പല ഘട്ടങ്ങളിൽ നമ്മൾ അതുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ നൽകിയതാണ്. അത് സജീവമായ ചർച്ചയായതുമാണ്. ഇപ്പോഴും പരിഹാരമുണ്ടായിട്ടില്ല എന്നാണ് ഹരികൃഷ്ണൻ അറിയിക്കുന്നത്. സർക്കാർ അതിൽ ഇടപെടുമെന്ന് നമ്മൾ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത റിപ്പോർട്ടിലേക്ക്. വയനാട്ടിൽ കമ്പമലയ്ക്ക് പിന്നാലെ തലപ്പുഴ മുനീശ്വരൻ കുന്നിലും തീപിടുത്തം. റവന്യൂ ഭൂമിയിലാണ് ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. വനം വകുപ്പും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്ന് തീ അണയ്ക്കാനുള്ള ശ്രമം തുടരുകയാണ്. സുർജിത്ത് അയ്യപ്പത്താണ് വിശദാംശങ്ങളുമായി ചേരുന്നത്. സുർജിത്ത്, വലിയ തീപിടുത്തമാണോ? തീ നിയന്ത്രണ വിധേയമാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമത്തിലാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥരും ഒപ്പം തന്നെ ഫയർഫോഴ്സും നാട്ടുകാരും. മുനീശ്വരൻകുന്ന് എന്ന് പറയുന്നത് ഒരു ടൂറിസം മേഖല കൂടിയാണ്. വനംവകുപ്പിന് കീഴിലുള്ള ഒരു ടൂറിസം മേഖലയാണ് ഇത്. അവിടെയാണ് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം ഇപ്പോൾ തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. തീ അണയ്ക്കാനുള്ള ശ്രമമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. റവന്യൂ ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. അത് വനത്തിലേക്ക് വ്യാപിക്കാതിരിക്കാനുള്ള ജാഗ്രത വനംവകുപ്പിന്റെ ഭാഗത്തുനിന്നുണ്ട്. കാരണം ഈ കമ്പമലയിൽ അഗ്നിബാധ ഉള്ളതിനാൽ തന്നെ സർവ്വസന്നാഹങ്ങളും സജ്ജീകരണങ്ങളും എല്ലാം തന്നെ ഒരുക്കി വനംവകുപ്പ് ഇത്തരം ദൗത്യവുമായി ബന്ധപ്പെട്ട് മുന്നിട്ട് ഇറങ്ങുന്ന ഒരവസ്ഥ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആ ഒരു ജാഗ്രത ഉള്ളതുകൊണ്ട് തന്നെ തീ നിയന്ത്രണ വിധേയമാക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നു വരുന്നത്. എന്തായാലും വനംവകുപ്പ് ഉദ്യോഗസ്ഥർ അവിടെ എത്തിയിട്ടുണ്ട്. DFO ഉൾപ്പെടെയുള്ളവർ ഈ കമ്പമല തലപ്പുഴ ഭാഗത്ത് തന്നെ ക്യാമ്പ് ചെയ്തുകൊണ്ടാണ് ഇത്തരം പ്രവർത്തനങ്ങൾ, ഈ തീ അണയ്ക്കുന്ന ദൗത്യം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഫയർഫോഴ്സിന്റെ കൂടി ഇടപെടലിന്റെ സഹായത്തോടു കൂടിയാണ് ഇപ്പോൾ തീ അണയ്ക്കാനുള്ള ശ്രമം തുടർന്നുകൊണ്ടിരിക്കുന്നത്. പുല്ലിനാണ് തീ പിടിച്ചിരിക്കുന്നത്. പൊന്തക്കാടാണ്, അവിടെയാണ് അതിങ്ങനെ തീ പടർന്ന് അത് വനമേഖലയിലേക്ക് കയറാനുള്ള ഒരു പ്രവർത്തനം വനംവകുപ്പിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. റവന്യൂ ഭൂമിയിലാണ് തീപിടുത്തം ഉണ്ടായിരിക്കുന്നത്. ഉന്മേഷ്. ശരി സുർജിത്ത് അയ്യപ്പത്താണ് വയനാട്ടിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയത്. എബ്രഹാം തോമസ് പറയുന്നുണ്ട്, ഇപ്പോൾ തീപിടുത്തം പല സ്ഥലങ്ങളിൽ നിത്യസംഭവമായി മാറിക്കഴിഞ്ഞു. ആശ സിംഗപ്പൂരിൽ നിന്ന് പറയുന്നത് ഇത് ആരെങ്കിലും തീയിടുന്നതാണോ എന്നാണ് അവരുടെ സംശയം.
തിരുവനന്തപുരം കാര്യവട്ടം ഗവൺമെന്റ് കോളേജിൽ 1ാം വർഷ ബിരുദ വിദ്യാർത്ഥി ബിൻസ് ജോസ് നേരിട്ടത് ക്രൂര പീഡനം എന്ന് വെളിപ്പെടുത്തൽ. ബെൽറ്റ് കൊണ്ട് മുഖത്തടിച്ചെന്നും SFI ഓഫീസ് റൂമിൽ കൊണ്ടുപോയി മർദ്ദിച്ചുവെന്നും ബിൻസ് ജോസ് 24നോട് പറഞ്ഞു. നടന്നത് റാഗിംഗ് എന്ന് ആന്റി റാഗിംഗ് സെൽ സ്ഥിരീകരിച്ചതിന് പിന്നാലെ കോളേജിലെ 7 3ാം വർഷ ബിരുദ വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തു. മുളയൊക്കെ എടുത്ത് എൻ്റെ തലയിലടിച്ച്, പിന്നെ ബെൽറ്റൊക്കെ ഊരി എൻ്റെ ഇവിടെ മുഖത്തൊക്കെ അടിച്ച് കുറേ ഇടിയാന്ന്, നെഞ്ചിലും മുഖത്തും തലയിലൊക്കെ കുറേ ഇടിയാന്ന്. SFIയുടെ യൂണിറ്റ് റൂമിൽ കൊണ്ടുപോയിട്ട് അവിടെ ഇട്ട് മുട്ടുകുത്തി നിൽക്കാൻ മുട്ടുകുത്തി നിന്നില്ലെങ്കിൽ മുട്ടുകാൽ തല്ലിയൊടിക്കുന്നു പറഞ്ഞ് മറ്റേ ക്രിക്കറ്റിൻ്റെ സ്റ്റമ്പ് എടുത്ത് കയ്യിലുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് എൻ്റെ വെള്ളം കുറേ പ്രാവശ്യം ചോദിച്ചിട്ട് തന്നില്ലായിരുന്നു. അത് കഴിഞ്ഞൊരു പെട്ടെന്നൊരു ചേട്ടൻ കൊണ്ട് തന്നപ്പോൾ ഫുൾ ബോട്ടിൽ വെള്ളം ഉണ്ടായിരുന്നു. ആ ഫുൾ ബോട്ടിൽ നിന്ന് പകുതി വെള്ളം കളഞ്ഞിട്ട് 3/4 ഭാഗം കളഞ്ഞിട്ട് ബാക്കി വാണ്ടെടുത്തിട്ട് തുപ്പി ഒഴിക്കുകയായിരുന്നു. ലാസ്റ്റ് ഒരു അടപ്പിൻ്റെ അത്രയാണ് വെള്ളം കുപ്പിക്കകത്ത് ഒഴിച്ചിട്ട് എനിക്ക് കുടിക്കാൻ കൊണ്ട് തന്നു. എൻ്റെ അടുത്ത് പറഞ്ഞാൽ അത് കുടിച്ചില്ലെങ്കിൽ തലയടിച്ച് പൊട്ടിക്കുമെന്ന് പറഞ്ഞാൽ അങ്ങനെ ഞാൻ അത് കുടിച്ച്. ഇതിലും ക്രൂരമായ പീഡനമാണ് ബിൻസ് ജോസിന് ഏറ്റുവാങ്ങേണ്ടി വന്നത്. പ്രകോപനമില്ലാതെ ക്രൂരമായി മർദ്ദിച്ചുവെന്നാണ് ബയോടെക്നോളജി 1ാം വർഷ വിദ്യാർത്ഥി ബിൻസ് ജോസ് പ്രിൻസിപ്പലിനും കഴക്കൂട്ടം പോലീസിലും നൽകിയ പരാതി. SFI പ്രവർത്തകരായ സീനിയർ വിദ്യാർത്ഥികൾ യൂണിറ്റ് റൂമിൽ എത്തിച്ച് മർദ്ദിച്ചു. അരമണിക്കൂറോളം മുട്ടുകുത്തി നിർത്തിച്ചു. തലയിലും കഴുത്തിലും മർദ്ദിച്ചു. കുടിക്കാൻ വെള്ളം ചോദിച്ചപ്പോൾ തുപ്പിയ കുപ്പിവെള്ളം നൽകി. ഷർട്ട് വലിച്ചു കീറിയെന്നും സുഹൃത്ത് മർദ്ദിച്ചുവെന്നും പറയാൻ ഭീഷണിപ്പെടുത്തിയെന്നും ബിൻസ് ജോസ്. ഞാനും അടിയായി. അപ്പോൾ അവർ പിടിച്ചു എൻ്റെ വന്ന് അങ്ങനെ എൻ്റെ അടുത്ത് പറയാൻ വന്നു, ടീച്ചറിൻ്റെ അടുത്ത്. അങ്ങനെ പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പറ്റൂല എന്ന് പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് എൻ്റെ പേരിലും പരാതി കൊടുക്കുമെന്ന് പറഞ്ഞ് പരാതി കൊടുത്ത് കുറേ പൈസ എന്തായാലും അതിന് വേണ്ടി പൈസയാവും. ഞാൻ ആർട്സിനൊന്നും പൈസ കൊടുത്തില്ലായിരുന്നു. അപ്പോൾ എൻ്റെ അടുത്ത് പറഞ്ഞ് ആർട്സിനൊന്നും പൈസ കൊടുക്കാത്തില്ലേ, നീ എന്തായാലും കോടതി കയറി കുറേ പൈസ കൊടുക്കേണ്ടി വരും എന്നൊക്കെ ഈ വേല പറഞ്ഞ്. അത് കഴിഞ്ഞിട്ട് ഞാൻ പറഞ്ഞ് എന്തായാലും അഭിഷേകിൻ്റെ പേരൊന്നും പറയില്ല എന്ന് പറഞ്ഞ്. അപ്പോൾ അവർ പറഞ്ഞെങ്കിൽ കുഴപ്പമില്ല, അഭിഷേകിനെ വേറെ എന്തെങ്കിലും രീതിയിൽ കുടിക്കൊള്ളാം എന്ന് പറഞ്ഞ്, കേസിപ്പെടുത്തിക്കൊള്ളാം എന്ന് പറഞ്ഞ്. ഞാൻ പറഞ്ഞു വന്നു. എൻ്റെ അടുത്ത് പറഞ്ഞ് യൂണിറ്റ് റൂമിൽ നടന്നായിരുന്നു പുറത്ത് പറയല് എന്നൊക്കെ പറഞ്ഞ്. അങ്ങനെ കുറേ അവിടെ അത് കഴിഞ്ഞിട്ടാണ് എന്നെ ഇറക്കി വിട്ടത്. 1/2 മണിക്കൂർ കൂടുതൽ അവിടെ യൂണിറ്റ് റൂമിൽ പിടിച്ചിട്ടിരുന്നു. ബിൻസിനെ കൂടാതെ സുഹൃത്ത് അഭിഷേകിനെയും സീനിയർ വിദ്യാർത്ഥികൾ മർദ്ദിച്ചിരുന്നു. ബിൻസിന്റെ പരാതിയിൽ അന്വേഷണം നടത്തിയ ആന്റി റാഗിംഗ് സെൽ റാഗിംഗ് നടന്നതായി കണ്ടെത്തിയിരുന്നു. ഇതിന് പിന്നാലെയാണ് സീനിയർ വിദ്യാർത്ഥികളായ വേലു, പ്രിൻസ്, അനന്തൻ, പാർത്ഥൻ, അലൻ, ശ്രാവൺ, സൽമാൻ എന്നിവരെ സസ്പെൻഡ് ചെയ്തത്. സംഭവത്തിൽ കൂടുതൽ വകുപ്പുകൾ ചുമത്താനാണ് കഴക്കൂട്ടം പോലീസിന്റെ തീരുമാനം. റാഗിംഗിൽ പ്രതിഷേധിച്ച് KSU കാര്യവട്ടം കോളേജിലേക്കും തിരുവനന്തപുരം സിറ്റി പോലീസ് കമ്മീഷണറുടെ ഓഫീസിലേക്കും മാർച്ച് നടത്തി. സ്വാതന്ത്ര്യം, ജനാധിപത്യം, സോഷ്യലിസം എന്ന് മുഷ്ടി ചുരുട്ടി മുദ്രാവാക്യം വിളിക്കുന്നവരാണ് ഇടികൊണ്ട് മൃതപ്രായനായ ഒരു വിദ്യാർത്ഥി വെള്ളം ചോദിച്ചപ്പോൾ കുടിക്കാൻ തുപ്പിയിട്ട വെള്ളം നൽകിയത്. ഇതുപോലത്തെ ഇനിയും നേരം വെളുക്കാത്ത പുഴുക്കുത്തുകളെ ചുമക്കുന്നതാണ് വിപ്ലവ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിന്റെ ഗതികേട്. തിരുവനന്തപുരത്ത് നിന്നും അജീഷ് ജയകുമാർ, 24. പൊതുജനം കഴുതയല്ല സാർ. സീന മുഹമ്മദ് പറയുന്നുണ്ട്, എന്തൊക്കെ ചെയ്തിട്ടും റാഗിംഗ് കൂടി വരികയാണല്ലോ, ശിക്ഷാരീതിയിൽ മാറ്റം വരണമെന്ന് പറയുന്നുണ്ട്. അനുദിനം ആവർത്തിക്കുന്ന റാഗിംഗ് കേസുകൾ. കേരളത്തിന്റെ പോക്ക് എങ്ങോട്ടെന്ന് ഞെട്ടലോടെ ഓരോ വാർത്തയും കേൾക്കുമ്പോൾ ആശങ്കപ്പെടുന്ന ജനങ്ങൾ. കഴിഞ്ഞ വർഷം നടന്ന ക്രൂര പീഡനത്തിന്റെയും മരണത്തിന്റെയും മുറിവുകൾ ഉണങ്ങാത്ത ഒരു കുടുംബമുണ്ട് കേരളത്തിൽ. പൂക്കോട് വെറ്റിനറി സർവകലാശാലയിൽ മരിച്ച ജയസിദ്ധാർത്ഥന്റെ കുടുംബം. സർക്കാരിൽ നിന്ന് നീതി കിട്ടിയില്ലെന്നും പ്രതീക്ഷ കോടതിയിൽ മാത്രം എന്നും അമ്മ ഷീബ 24നോട് പറഞ്ഞു. 2024 ഫെബ്രുവരി 18 പ്രതീക്ഷകൾ തകിടം മറിച്ച സിദ്ധാർത്ഥന്റെ മരണവാർത്ത കുടുംബത്തെ തേടിയെത്തുന്നത്. ഹോസ്റ്റലിലെ കുളിമുറിയിൽ തൂങ്ങി മരിച്ചെന്നായിരുന്നു ആദ്യ വിവരം. പിന്നീട് വഴിമാറിയ കേസിൽ ക്രൂര റാഗിങ്ങിന്റെ കഥകൾ ഒന്നൊന്നായി പുറത്തുവന്നു. സിദ്ധാർത്ഥൻ നേരിട്ടത് കൊടിയ പീഡനവും പരസ്യ വിചാരണയുമെന്ന് ആന്റി റാഗിംഗ് സ്ക്വാഡ് റിപ്പോർട്ട് നൽകി. കുറ്റക്കാരെന്ന ആരോപണം നേരിട്ട വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തെങ്കിലും പിന്നീട് തിരിച്ചെടുത്തു. കേസിന്റെ നടപടിക്രമങ്ങൾ സർക്കാർ മനഃപൂർവ്വം വൈകിപ്പിക്കുന്നുവെന്ന് ആരോപണങ്ങളുണ്ടായി. പോലീസ് അന്വേഷണത്തിൽ തൃപ്തരല്ലാതിരുന്ന കുടുംബത്തിന്റെ നിരന്തര ശ്രമഫലമായാണ് കേസ് CBIക്ക് വിട്ടത്. സിദ്ധാർത്ഥന്റെ മരണത്തിൽ സർക്കാരിൽ നിന്ന് നീതി ലഭിച്ചില്ലെന്ന് മകന്റെ 1ാം ഓർമ്മദിനത്തിൽ കുടുംബം. കോടതി ഉത്തരവിലാണ് പ്രതീക്ഷ. കോളേജിന്റെ ഭാഗത്തുനിന്ന് ആരും തിരിഞ്ഞു നോക്കിയില്ലെന്നും അമ്മ ഷീബ 24നോട് പറഞ്ഞു. അതിൻ്റെ ഒരു ശിക്ഷ അല്ലെങ്കിൽ ഒരു വിധി വന്നിട്ടില്ലല്ലോ, അത് ഞങ്ങൾക്ക് അനുകൂലമായിരിക്കുമെന്ന് ഉറച്ച വിശ്വാസത്തിലാണ്. അതുവരെ ഞങ്ങൾ കാത്തിരിക്കുകയാണ്. ഞങ്ങളുടെ സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് ഞങ്ങൾക്ക് തുടക്കം മുതലേ ഒരു നീതിയും കിട്ടിയിട്ടില്ല. ഞങ്ങൾ കോടതി വിധിയെ വിശ്വസിച്ച് നീങ്ങുകയാണ്. നീതിക്കായുള്ള പോരാട്ടം അവസാനിപ്പിക്കില്ലെന്ന് സിദ്ധാർത്ഥിന്റെ പിതാവ്. ഇപ്പോൾ പറയുന്ന നീതി ലഭിച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് ഈ ഘട്ടത്തിൽ ഞാൻ പറയുന്നില്ല. കാര്യം കോടതിയിലെ പരിഗണനയിൽ ഇരിക്കുന്ന ഒരു കേസാണ്. അപ്പോൾ ഒരിക്കലും ഞാൻ അതിനെക്കുറിച്ച് ആധികാരികമായിട്ടൊരു അഭിപ്രായം പറയുന്നത് ശരിയല്ല. അതല്ല മറിച്ചാണെങ്കിൽ വീണ്ടും ആ നീതിക്ക് വേണ്ടി ഞാൻ പോരാടും. ഞാൻ ആരെയും കുറ്റം പറയില്ല.
ആരെയും എതിർക്കില്ല, ഞാൻ ആരെയും ഒന്നും പറയില്ല. പക്ഷേ നീതിക്ക് വേണ്ടി ഞാൻ വീണ്ടും പോരാടും. കാര്യമെന്ന് പറഞ്ഞാൽ എനിക്ക് 100% ഉറപ്പുണ്ട് ഇതൊരു ആത്മഹത്യ അല്ല എന്ന്. സിദ്ധാർത്ഥിന്റെ പിതാവും KSU സംസ്ഥാന അധ്യക്ഷൻ അലോഷ്യസ് സേവർ ഉൾപ്പെടെയുള്ളവരും സിദ്ധാർത്ഥിന്റെ കല്ലറയിൽ പുഷ്പാർച്ചന നടത്തി. സിദ്ധാർത്ഥൻ മരിച്ച് 1 വർഷം പിന്നിടുമ്പോഴും CBI അന്വേഷണം ഇപ്പോഴും പുരോഗമിക്കുകയാണ്. 24 തിരുവനന്തപുരം. പൊതുജനം കഴുതയല്ല സാർ. നഴ്സിംഗ് വിദ്യാർത്ഥികൾക്ക് പരാതികൾ പറയാനുള്ള സംവിധാനം ഇപ്പോൾ ഇല്ലെന്ന് തുറന്ന് സമ്മതിച്ച് കൗൺസിൽ അംഗം ബീന ബി. തുടർച്ചയായുള്ള നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ ആത്മഹത്യയ്ക്കും കോട്ടയത്തെ റാഗിങ്ങിനും പിന്നാലെയാണ് നഴ്സിംഗ് കൗൺസിൽ അംഗത്തിന്റെ തുറന്നു പറച്ചിൽ. 3 മാസത്തിനിടെ 3 വിദ്യാർത്ഥികൾ ആത്മഹത്യ ചെയ്തിട്ടും ഒരു കേസിൽ മാത്രമേ കൗൺസിൽ പരിശോധന നടത്തിയിട്ടുള്ളൂ എന്നും ബീന 24നോട് പറഞ്ഞു. 24 എക്സ്ക്ലൂസീവ്. സമാനതകളില്ലാത്ത പ്രതിസന്ധികളിലൂടെയാണ് സംസ്ഥാനത്തെ നഴ്സിംഗ് വിദ്യാർത്ഥികൾ കടന്നുപോകുന്നത്. തുടർച്ചയായി ഉണ്ടാകുന്ന ആത്മഹത്യകൾ, ആത്മഹത്യാ ശ്രമങ്ങൾ, ഒപ്പം ക്രൂരമായ റാഗിങ്ങുകൾ, ഇവയെല്ലാം നിയന്ത്രിക്കേണ്ട നഴ്സിംഗ് കൗൺസിൽ എന്താണ് ചെയ്യുന്നത്? കഴിഞ്ഞ വർഷം നവംബറിൽ കണ്ണൂർ ലോഡ്സിൽ ആൻ മരിയ, ഡിസംബറിൽ പത്തനംതിട്ട SMVയിൽ അമ്മു സജീവ്, കോഴിക്കോട് കോളേജ് ഓഫ് നഴ്സിംഗിൽ ലക്ഷ്മി രാധാകൃഷ്ണൻ. കഴിഞ്ഞ 3 മാസത്തിനിടെ ആത്മഹത്യ ചെയ്ത നഴ്സിംഗ് വിദ്യാർത്ഥികളാണ് ഇവർ. കാസർഗോഡ് ഒരു വിദ്യാർത്ഥിനി ആത്മഹത്യക്ക് ശ്രമിച്ചിരുന്നു. ഇവയ്ക്കെല്ലാം പിന്നാലെയാണ് കോട്ടയത്തെ ക്രൂര റാഗിങ്ങും പുറത്തുവന്നത്. നഴ്സിംഗ് സ്ഥാപനങ്ങളിൽ എല്ലാ വർഷവും നഴ്സിംഗ് കൗൺസിലിന്റെ നേതൃത്വത്തിൽ കൃത്യമായി പരിശോധനകൾ നടത്താറുണ്ടായിരുന്നു. എന്നാൽ ഈ അക്കാദമിക് വർഷം പരിശോധനകൾ കാര്യക്ഷമമായിരുന്നില്ല. 274 സ്ഥാപനങ്ങളിൽ ആകെ പരിശോധന നടത്തിയത് 50ഓളം സ്ഥാപനങ്ങളിൽ മാത്രം. 2024-25 ഇൻസ്പെക്ഷൻ നടന്നിട്ടില്ല. ഏകദേശം 46 കോളേജുകളുടെ എങ്ങാണ്ട് ഇൻസ്പെക്ഷൻ നടന്നിട്ടുള്ളൂ. അതിനകത്ത് തന്നെ അത് പുതിയതായിട്ട് സ്റ്റാർട്ട് ചെയ്ത കോളേജുകളും ഉണ്ട്, എൻഹാൻസ്മെൻ്റ് ഉള്ള കോളേജുകളും ഉണ്ട്. ബോർഡ് മെമ്പർ ഇല്ലാതെ 2 ടീച്ചേഴ്സായിട്ട് ഇൻസ്പെക്ഷൻ നടത്തണമെന്ന് പറഞ്ഞു. അത് പല പ്രാവശ്യം രജിസ്ട്രാറോട് പറഞ്ഞതിന് ശേഷം രജിസ്ട്രാർ ഈ ഇൻസ്പെക്ഷൻ നടത്താനുള്ള ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല. പരിശോധനകൾ നടക്കുമ്പോൾ കുട്ടികളുടെ അഭിപ്രായങ്ങളും പരാതികളും രേഖപ്പെടുത്തി പോന്നിരുന്നു. ഇതിനായി പ്രത്യേക പേജും അവലോകന റിപ്പോർട്ടിൽ കരുതിയിരുന്നു. ഇപ്പോൾ അതുമില്ല. ഇൻ്ററാക്ഷൻ റിപ്പോർട്ടെന്നും പറഞ്ഞൊരു പേജുണ്ട്. ആ പേജിനകത്ത് കുട്ടികൾ പറയുന്ന അഭിപ്രായങ്ങളും പ്രസക്തമായ കാര്യങ്ങൾ എഴുതിക്കൊണ്ടുവന്ന് പരിഹരിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ അവർ പ്രിൻസിപ്പാളന്മാരെ വിളിച്ചു വരുത്തി പരിഹരിക്കപ്പെടുന്ന, കുട്ടികൾക്ക് ഒരു പ്ലാറ്റ്ഫോം ഇല്ലാതായി പറയാനായിട്ട്. 3 കുട്ടികൾ ആത്മഹത്യ ചെയ്യുകയും ഒരാൾ ആത്മഹത്യക്ക് ശ്രമിക്കുകയും ചെയ്ത കോളേജിൽ ഒരിടത്തു മാത്രമാണ് കൗൺസിൽ നേരിട്ട് പരിശോധന നടത്തിയത്. കഴിഞ്ഞ കാലങ്ങളിൽ നഴ്സിംഗ് കൗൺസിൽ കൂടുതൽ താല്പര്യം കാണിച്ചത് സ്വകാര്യ കോളേജുകളിൽ സീറ്റ് കൂട്ടി നൽകുന്നതിനും പുതുതായി സീറ്റുകൾ അനുവദിക്കുന്നതിനുമുള്ള പരിശോധനകൾക്കായിരുന്നു. അതൊക്കെ കൗൺസിൽ കൂടിയപ്പോൾ അന്വേഷണം, ഒരു റിപ്പോർട്ട് തയ്യാറാക്കണം, ആരെങ്കിലും പോയി ഇൻസ്പെക്ഷൻ നടത്തണോ എന്ന് പറഞ്ഞിട്ട് അതിലൊരു കോളേജ് എങ്ങാണ്ടേ നടത്തിയിട്ടുള്ളൂ, ബാക്കി 4 നടത്തിയിട്ടില്ല. നഴ്സിംഗ് കൗൺസിൽ രജിസ്ട്രാർക്കെതിരെ അംഗങ്ങൾ നൽകിയ പരാതിയിൽ വിജിലൻസ് അന്വേഷണത്തിന് ആരോഗ്യമന്ത്രി ശുപാർശ ചെയ്തിരുന്നു. നഴ്സിംഗ് കൗൺസിലിന്റെ താല്പര്യം പുതിയ നഴ്സിംഗ് കോളേജുകൾ അനുവദിക്കാനും നിലവിലെ കോളേജുകൾക്ക് സീറ്റ് കൂട്ടി നൽകാനും മാത്രമാണ് എന്ന് സംശയിക്കേണ്ടി വരും. നഴ്സിംഗ് വിദ്യാർത്ഥികളുടെ പരാതികൾ കേൾക്കാനും അവരുടെ ആവശ്യങ്ങൾ പരിഗണിക്കാനും നഴ്സിംഗ് കൗൺസിലിന് ഇപ്പോൾ സമയമൊട്ടുമില്ല, അല്ലെങ്കിൽ അതിന് അനുവദിക്കുന്നില്ല. ഉമേഷ് ബാലകൃഷ്ണൻ, 24 തിരുവനന്തപുരം. അന്താരാഷ്ട്ര തലത്തിൽ പ്രധാനപ്പെട്ട ഒരു വാർത്ത ഇപ്പോൾ വരുന്നുണ്ട്. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാൻ ചർച്ചകൾക്കായി പ്രത്യേക സംഘത്തെ നിയോഗിക്കാൻ US റഷ്യ ചർച്ചയിൽ ധാരണ. പ്രധാന ചുവടുവെപ്പ് എന്നാണ് അമേരിക്കയുടെ നിലപാട്. യുദ്ധത്തിന്റെ പ്രധാന വിഷയങ്ങൾ ചർച്ച ചെയ്യാമെന്ന് റഷ്യ ഇപ്പോൾ നിലപാടെടുത്തിരിക്കുകയാണ്. ഇടുക്കി കമ്പംമെട്ട് സ്റ്റേഷൻ ഹൗസ് ഓഫീസർക്ക് നേരെ കയ്യേറ്റം. തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ വാഹനത്തിന്റെ ഡ്രൈവർ കമ്പം സ്വദേശി അബ്ബാസാണ് ആക്രമണം നടത്തിയത്. അബ്ബാസിനെ കസ്റ്റഡിയിലെടുത്തതിൽ പ്രതിഷേധിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവർമാർ ചെക്ക് പോസ്റ്റ് ഉപരോധിക്കുകയാണ്. രാഹുൽ വിജയൻ ഇടുക്കിയിൽ നിന്ന് വിശദാംശങ്ങളുമായി ഇപ്പോൾ ചേരുന്നുണ്ട്. രാഹുൽ, ഈ മർദ്ദന കാരണം എന്താണ് രാഹുൽ? ഉന്മേഷ്, ഇന്ന് ഉച്ചയ്ക്ക് ശേഷമാണ് തമിഴ്നാട്ടിൽ നിന്ന് പാസില്ലാതെ ഈ നിർമ്മാണ സാമഗ്രിയായിട്ട് ഒരു ലോറി കടന്നു വരുന്നത്. കമ്പം സ്വദേശിയായിട്ടുള്ള അബ്ബാസ് ഓടിച്ച വാഹനമാണ് കൊണ്ടുവന്നത്. അത് വാഹന പരിശോധനയുടെ ഭാഗമായിട്ട് കമ്പംമെട്ട് ചെക്ക് പോസ്റ്റിൽ തടയുന്നു. പാസ് ചോദിച്ചപ്പോൾ ഇല്ല എന്ന് പറയുന്നു. അതുമായി ബന്ധപ്പെട്ട് ഈ വാഹനം എടുത്തുകൊണ്ട് പോകാനുള്ള ശ്രമം ഈ ഡ്രൈവർ നടത്തി. അങ്ങനെ ഈ ഡ്രൈവറും CI ഷമീർ ഖാനും തമ്മിലുള്ള വാക്ക് തർക്കത്തിനിടയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള ചെറിയ സംഘർഷം ഉണ്ടായി, ഉന്തും തള്ളും ഉണ്ടായി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഈ വാഹനത്തിന്റെ താക്കോൽ ഊരിയെടുക്കുന്നതിനിടയിൽ ഈ ഷമീർ ഖാന്റെ കൈക്ക് മുറിവേൽക്കുകയും ചെയ്തു. ഉടൻ തന്നെ ഷമീർ ഖാൻ നെടുങ്കണ്ടത്തെ താലൂക്ക് ആശുപത്രിയിൽ ചികിത്സ തേടുകയും ചെയ്തു. അതിന് പിന്നാലെ നടന്ന സംഭവമാണ് വളരെ പ്രധാനപ്പെട്ടത്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഡ്രൈവറെ മർദ്ദിച്ചു എന്നാരോപിച്ച് തമിഴ്നാട്ടിൽ നിന്നുള്ള വിവിധ പാർട്ടി പ്രവർത്തകർ, രാഷ്ട്രീയ പ്രവർത്തകർ കമ്പംമെട്ട് ചെക്ക് പോസ്റ്റ്
ഉപരോധിച്ചുകൊണ്ടുള്ള പ്രതിഷേധമായിരുന്നു. മണിക്കൂറുകൾ നീണ്ട പ്രതിഷേധമാണ് നടന്നത് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാനും കഴിയുന്നത്. വാഹനങ്ങൾ, നൂറുകണക്കിന് വാഹനങ്ങൾ അതിർത്തി കടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റാത്ത നിലയിലേക്ക് കടന്നു. പിന്നീട് കമ്പത്തുനിന്ന് തേനി ആർ ഡി ഒയും അതുപോലെ തന്നെ കട്ടപ്പന ഡിവൈഎസ്പിയും ഉൾപ്പെടെ എത്തി നടത്തി ചർച്ചയ്ക്കൊടുവിലാണ് ഒരു സമവായം ഉണ്ടായതും ഈ ഉപരോധം അവസാനിപ്പിക്കുകയും ചെയ്തത്. എന്തായാലും ഈ അബ്ബാസിനെ കസ്റ്റഡിയിൽ വെച്ചിട്ടുണ്ട്. ഈ അങ്ങോട്ടും ഇങ്ങോട്ടും മർദ്ദനം ഉണ്ടായതാണ് ഇപ്പോൾ രണ്ടുപേരുടെയും ഒരു ഭാഷ്യം. എന്തായാലും ഇതിൽ വിശദമായിട്ടുള്ള അന്വേഷണം നടത്തുമെന്ന് കട്ടപ്പന ഡിവൈഎസ്പി പറയുകയും ചെയ്തിട്ടുണ്ട്. ശരി, രാഹുൽ വിജയനാണ് ഇടുക്കിയിൽ നിന്ന് വാർത്തയുടെ വിശദാംശങ്ങൾ നൽകിയത്. റാഗിങ്ങുമായി ബന്ധപ്പെട്ട് ഒട്ടേറെ പ്രേക്ഷകർ ഇപ്പോൾ യൂട്യൂബിൽ പ്രതികരിക്കുന്നുണ്ട്. റാഗിങ്ങിന്റെ പേരിൽ എന്ത് അതിക്രമം ആര് ചെയ്താലും അത് സംരക്ഷിക്കാൻ പാടില്ല എന്നാണ് ജിയോ ചേരുന്നുള്ള അക്കൗണ്ടിൽ നിന്ന് പറയുന്നത്. കോളേജുകളിൽ റാഗിംഗ് നടത്തിയാൽ ശിക്ഷ കടുപ്പിക്കണം, അല്ലെങ്കിൽ അത് ആവർത്തിക്കുമെന്ന് രവികുമാർ PV പറയുന്നുണ്ട്. എണ്ണം കൂടുകയാണ് റാഗിംഗ് കേസുകൾ കോളേജുകളിൽ. ആ പശ്ചാത്തലത്തിലാണ് പ്രേക്ഷക പ്രതികരണങ്ങൾ കൂടി ഇപ്പോൾ വരുന്നത്. പാതിവില തട്ടിപ്പ് കേസിൽ സംസ്ഥാന വ്യാപക റെയ്ഡുമായി ED. മുഖ്യപ്രതി അനന്തു കൃഷ്ണൻ, ശ്രീ സത്യസായി ഓർഫനേജ് ട്രസ്റ്റ് സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ KN ആനന്ദകുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ് തുടങ്ങിയവരുടെ വീടുകളിലും ഓഫീസുകളിലുമാണ് റെയ്ഡ് നടന്നത്. അതേസമയം EDയുടെ പരിശോധനയ്ക്ക് പിന്നാലെ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിൽ ഓഫീസിൽ ക്രൈംബ്രാഞ്ചും റെയ്ഡ് നടത്തി. ക്രൈംബ്രാഞ്ച് മടിച്ചു നിന്നിടത്ത് ED ഇടിച്ചു കയറി. ലാലി വിൻസെന്റ് മുതൽ ആനന്ദ് കുമാർ വരെയുള്ളവർ ED ഉദ്യോഗസ്ഥരെ കണി കണ്ടാണ് ഉറക്കമുണർന്നത്. പ്രധാനമന്ത്രിയുടെ പേര് വരെ ഉപയോഗിച്ചുള്ള തട്ടിപ്പിൽ ഡൽഹിയിൽ നിന്നാണ് മേൽനോട്ടം. കേസെടുത്ത് കുറച്ച് ദിവസമായെങ്കിലും EDയുടെ അനക്കമൊന്നും ഇതുവരെ ഉണ്ടായിരുന്നില്ല. എന്നാൽ ഇന്നേ ദിവസം നേരം പരപരാ വെളുക്കും മുൻപ് ED പണി തുടങ്ങി. ഒരേ സമയം 12 ഇടങ്ങളിലാണ് EDയുടെ സംസ്ഥാന വ്യാപക പരിശോധന നടന്നത്. സായിഗ്രാം എക്സിക്യൂട്ടീവ് ഡയറക്ടർ ആനന്ദ് കുമാർ, കോൺഗ്രസ് നേതാവ് ലാലി വിൻസെന്റ്, അനന്തു കൃഷ്ണൻ എന്നിവരുടെ വീടുകളിലും NGO കോൺഫെഡറേഷന്റെ ഓഫീസിലും ED സംഘം പാഞ്ഞെത്തി. ED ഡെപ്യൂട്ടി ഡയറക്ടർ P രാധാകൃഷ്ണൻ, അസിസ്റ്റന്റ് ഡയറക്ടർ ശ്രീനിവാസ് എന്നിവരുടെ നേതൃത്വത്തിലായിരുന്നു നടപടികൾ. അനന്തു കൃഷ്ണന്റെ സാമ്പത്തിക ഇടപാട് ശൃംഖലയിൽ ഉൾപ്പെട്ടവരെ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം പുരോഗമിക്കുന്നത്. പാതിവില തട്ടിപ്പിൽ കള്ളപ്പണമിടപാട് നടന്നിട്ടുണ്ടോ എന്നതാണ് EDയുടെ പരിശോധനാ വിഷയം. തട്ടിച്ചെടുത്ത പണം വിദേശത്തേക്ക് കടത്തിയോ എന്നതും അന്വേഷണ പരിധിയിൽ ഉണ്ട്. സാമ്പത്തിക തട്ടിപ്പാണ് ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണ പരിധിയിൽ. കള്ളപ്പണം വെളുപ്പിക്കലും ഫെമ ചട്ടലംഘനവും നടന്നിട്ടുണ്ടോ എന്നാണ് ED പരിശോധിക്കുന്നത്. കണ്ടിടത്തോളം അനന്തു കൃഷ്ണന് ജയിൽ വകുപ്പിന്റെ അതിഥിയായി കുറച്ചധികം കാലം തുടരേണ്ടി വരും. EDയുടെ പരിശോധനയ്ക്കിടെ പ്രതി അനന്തു കൃഷ്ണന്റെ കടവന്ത്രയിലെ ഓഫീസിൽ റെയ്ഡുമായി ക്രൈംബ്രാഞ്ചും എത്തി. കടവന്ത്രയിലെ സോഷ്യൽ ബി വെഞ്ചേഴ്സ് എന്ന സ്ഥാപനത്തിലാണ് ക്രൈംബ്രാഞ്ച് പരിശോധന നടത്തിയത്. അനന്തു കൃഷ്ണന്റെ 11 അക്കൗണ്ടുകളിലൂടെ വന്ന 548 കോടി രൂപ എങ്ങനെ ചെലവഴിച്ചു എന്നതും ക്രൈംബ്രാഞ്ച് പരിശോധിക്കുകയാണ്. ഇന്നലെ ക്രൈംബ്രാഞ്ച് ചോദ്യം ചെയ്യലിൽ മണി ചെയിൻ മാതൃകയിലുള്ള നിക്ഷേപം സ്വീകരിക്കലാണ് താൻ ഉദ്ദേശിച്ചതെന്ന് പ്രതി മൊഴി നൽകിയിരുന്നു. ഇതിനിടെ കേസിൽ NGO കോൺഫെഡറേഷൻ ചെയർമാൻ KN ആനന്ദ് കുമാറിനെതിരെ കോടതിയിൽ ശക്തമായ തെളിവുകൾ നിരത്താൻ അന്വേഷണ സംഘം തീരുമാനം എടുത്തിട്ടുണ്ട്. ഇയാളുടെ മുൻകൂർ ജാമ്യാപേക്ഷയെ എതിർക്കാനും വിശദാംശങ്ങൾ കോടതിയെ അറിയിക്കാനും ക്രൈംബ്രാഞ്ച് സംഘം തയ്യാറെടുക്കുകയാണ്. 1000 കോടി രൂപയോളം തട്ടിച്ചെടുത്ത കേസിൽ ആരോപണ വിധേയരായ രാഷ്ട്രീയ നേതാക്കളിലേക്ക് അന്വേഷണം പോകുമോ എന്നുള്ളതാണ് പ്രധാന ചോദ്യം. ലാലി വിൻസെന്റിലൂടെ ED അതിനുള്ള സാധ്യത തുറന്നിട്ട് കഴിഞ്ഞു. പട്ടികയിലേക്ക് ഇനി ആരൊക്കെ എന്നത് കാത്തിരുന്നു കാണാം. എസ് ശ്രീകാന്ത്, 24, കൊച്ചി. പൊതുജനം കഴുതയല്ല സാർ. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ടാണ് പരിശോധനകളൊക്കെ. പൗത്രൻ പാതിരിപ്പറ്റ ചോദിക്കുന്നുണ്ട്, പാതിവിലയ്ക്ക് സൈക്കിൾ മറ്റും കൈപ്പറ്റിയവർ ഇത് തിരികെ നൽകേണ്ടി വരുമോ എന്നാണ് അദ്ദേഹം ചോദിക്കുന്നത്. ആലപ്പുഴയിൽ അസാധാരണ വൈകല്യത്തോടെ പിറന്ന കുഞ്ഞ് 1 മാസമായി ഗുരുതരാവസ്ഥയിൽ തിരുവനന്തപുരത്തെ SAT ആശുപത്രിയിൽ തീവ്ര പരിചരണ വിഭാഗത്തിലാണ്. കുഞ്ഞിന്റെ ചികിത്സയ്ക്കായി എത്തിയ കുടുംബം അനുഭവിക്കുന്നത് പട്ടിണിയും ദാരിദ്ര്യവും നിറഞ്ഞ വലിയ ദുരിതമാണ്. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടേഴ്സിനെതിരെ ഇതുവരെയും നടപടിയെടുക്കാത്തതിൽ പ്രതിഷേധിച്ച് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ആലപ്പുഴ DMO ഓഫീസിലേക്ക് മാർച്ച് നടത്തി. തിരുവനന്തപുരം SAT ആശുപത്രിയിലെ തീവ്രപരിചരണ വിഭാഗത്തിന് മുൻപിൽ 1 മാസമായി വേദനയോടെ കാത്തിരിക്കുകയാണ് ഒരച്ഛനും അമ്മയും. അസാധാരണ വൈകല്യത്തോടെ പിറന്ന തങ്ങളുടെ കുഞ്ഞ് എന്നെങ്കിലും ഒരിക്കൽ ജീവിതത്തിലേക്ക് മടങ്ങി വരുമെന്ന പ്രതീക്ഷയോടെ.
കഴിഞ്ഞ മാസം 15-ന് ശ്വാസം മുട്ടലിനെ തുടർന്നാണ് കുഞ്ഞിനെ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലെ വെന്റിലേറ്ററിൽ പ്രവേശിപ്പിച്ചത്. 17-ന് തിരുവനന്തപുരം SAT-യിലേക്ക് മാറ്റി. പിന്നീട് ഏറെ ദിവസം വെന്റിലേറ്ററിലായിരുന്നു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റിയെങ്കിലും തീവ്രപരിചരണ വിഭാഗത്തിൽ തുടരുകയാണ്. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ പിതാവിന് ജോലിക്ക് പോകാൻ കഴിഞ്ഞിട്ടില്ല. സന്നദ്ധ സംഘടനകൾ നൽകുന്ന ഭക്ഷണമാണ് ആശുപത്രിയിൽ മാതാപിതാക്കളുടെ വിശപ്പകറ്റുന്നത്. കുഞ്ഞിന്റെ ചികിത്സ സൗജന്യമാക്കി സർക്കാർ ഉത്തരവിറക്കിയിട്ടും ഇടയ്ക്കിടയ്ക്ക് മരുന്ന് പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നുവെന്ന് പിതാവ് അനീഷ് പറയുന്നു. ഞാൻ 5 മാസത്തോളമായി ജോലിക്ക് പോയിട്ട് എൻ്റെ വീടിന് ലോണുണ്ട്. എനിക്ക് ജോലിക്ക് പോകാൻ പറ്റുന്നില്ല. എനിക്ക് എവിടെ നിന്നാണ് നീതി ലഭിക്കുന്നത്, എൻ്റെ കുഞ്ഞിന് എവിടെ നിന്നാണ് നീതി ലഭിക്കുന്നത് എന്ന് എനിക്കറിയില്ല. ഇതിന് കാരണക്കാരായ ആലപ്പുഴ WNCയിലെ 2 ഡോക്ടർമാരും ശങ്കേഴ്സ് മിഡാസ് എന്ന് പറയുന്ന ലാബുകൾക്കും എതിരെയും യാതൊരുവിധ നടപടിയും ഉണ്ടായിട്ടില്ല. ലാബുകൾ പൂർവാധീന ശക്തിയോടുകൂടി വീണ്ടും പ്രവർത്തിക്കുന്നു. ഡോക്ടർമാർ വീണ്ടും അവർ പ്രാക്ടീസ് ചെയ്യുന്നു. ഈ കുഞ്ഞും ഞാനുമായിട്ട് 4 മാസത്തോളമായി ആശുപത്രി കയറിയിറങ്ങാൻ തുടങ്ങുന്നു. കുഞ്ഞിന്റെ ചികിത്സാ പിഴവിന് ഉത്തരവാദികളായ ഡോക്ടർമാർക്കെതിരെ നടപടിയെടുക്കണമെന്നാവശ്യപ്പെട്ട് ജനനീതി സംരക്ഷണ വേദിയുടെ നേതൃത്വത്തിൽ ജില്ലാ മെഡിക്കൽ ഓഫീസിലേക്ക് മാർച്ച് നടത്തി. ഇവിടുത്തെ അധികാരികളും അതേപോലെ തന്നെ ഉദ്യോഗസ്ഥ വൃത്തങ്ങളും ഒരു സമരപരിപാടിയുടെ ഏറ്റവും വലിയ ആവശ്യം എന്ന് പറയുന്നത് ഈ ജനങ്ങളോടൊപ്പം അറിഞ്ഞു വരുത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. ഡോക്ടർമാർക്ക് സംഘടനയുണ്ട്, IMA ഉണ്ട്, KGMO ഉണ്ട്, KGMACT ഉണ്ട്. KPCC ജനറൽ സെക്രട്ടറി M. ലിജു മാർച്ച് ഉദ്ഘാടനം ചെയ്തു. വളരെ ഗുരുതരമായ അനാസ്ഥയാണ് സർക്കാരിൻ്റെ ഭാഗത്തുണ്ടായിരിക്കുന്നത്. ഇവിടെ ഒരു വിഷയത്തിൽ അനീഷിനെ സുറുമിയുടെയും കുഞ്ഞിന് ഈ ഗുരുതരമായ വൈകല്യമുണ്ടായി. അവിടെ ചികിത്സാ പിഴവുണ്ട്. അതോടൊപ്പം തന്നെ ചികിത്സാ പിഴവിന് ശേഷം ജനിച്ചിരിക്കുന്ന ഒരു കുഞ്ഞിനും ആ കുടുംബത്തിനും പിന്തുണ കൊടുക്കേണ്ട ഉത്തരവാദിത്തത്തിൽ നിന്നും സർക്കാർ പിന്മാറിയ പ്രശ്നമുണ്ട്. അപ്പോൾ ആദ്യഘട്ടത്തിൽ നമുക്കറിയാം, തുടർച്ചയായ ആശുപത്രിയിൽ പോയി നിരീക്ഷണങ്ങൾക്ക് വിധേയമാകുന്ന ഒരു അമ്മയ്ക്ക് വൈകല്യങ്ങളൊരു കുഞ്ഞ് ജനിക്കുകയാണ്. അപ്പോൾ അത് ഡോക്ടർമാരുടെ കൃത്യമായ പിഴവ് മൂലമാണ്. കൃത്യമായ ജനിതക വൈകല്യങ്ങളെ മനസ്സിലാക്കി അതിന് പരിഹാരമുണ്ടാക്കാനും അല്ലെങ്കിൽ ആ പ്രശ്നം ഉണ്ടാക്കാനുള്ള നടപടികൾ ഡോക്ടർമാരുടെ ഭാഗത്തുനിന്നുണ്ടായില്ല. അപ്പോൾ അവർക്കെതിരെ നടപടി ഉണ്ടാകേണ്ടതുണ്ട്, അതുണ്ടായിട്ടില്ല. 2, ഈ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞാൽ അതൊരു ഭരണകൂടത്തിൻ്റെ, ഒരു സമൂഹത്തിൻ്റെ ഉത്തരവാദിത്തമാണ്. ഭരണകൂടം ആ കാര്യത്തിൽ ആ കുടുംബത്തിന് ആവശ്യമായ എല്ലാ പിന്തുണയും കൊടുക്കണം. അതും ഉണ്ടായിട്ടില്ല. ആ കുഞ്ഞുമായിട്ട് അവർ തിരുവനന്തപുരത്ത് SAT ആശുപത്രിയിൽ ചികിത്സയിലാണ്. അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മരുന്ന് പോലും പുറത്തുനിന്നാണ് വാങ്ങേണ്ടി വരുന്നത്. അപ്പോൾ കടുത്ത സാമ്പത്തിക പ്രതിസന്ധി അവർ നേരിടുമെന്നാണ് ബന്ധുക്കളിൽ നിന്നും സഹപ്രവർത്തകരിൽ നിന്നും മനസ്സിലാക്കാൻ സാധിക്കുന്നത്. കുഞ്ഞ് ആരോഗ്യസ്ഥിതി വീണ്ടെടുക്കാൻ ഏറെ സമയമെടുക്കുമെന്ന് മാത്രമാണ് ഡോക്ടർമാർ പറയുന്നത്. ഓക്സിജൻ മാസ്ക് ഉപയോഗിച്ചാണ് ഇപ്പോഴും ശ്വസിക്കുന്നത്. ന്യൂമോണിയ വിട്ടുമാറിയിട്ടില്ല. കുഞ്ഞ് ജനിച്ച നാൾ മുതൽ തുടങ്ങിയതാണ് ഈ ദുരിതം. 2024 നവംബർ 8-നായിരുന്നു ജനനം. 3 മാസം കഴിഞ്ഞിട്ടും ആരോഗ്യസ്ഥിതി മെച്ചപ്പെട്ടിട്ടില്ല. കുഞ്ഞ് ജീവിതത്തിലേക്ക് മടങ്ങി വരാൻ വേദനയോടെ കാത്തിരിക്കുകയാണ് കുടുംബം. ഷിബു കണിയാങ്കുളത്തിനൊപ്പം മനീഷ് മഹിപാൽ, 24 ആലപ്പുഴ. പൊതുജനം കഴുതയല്ല സാർ. വീണ്ടും പൊതുജനം കഴുതലസ് എന്ന പരിപാടിയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. രവികുമാർ P ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. ഈയിടെ പല ഡോക്ടേഴ്സിനും ചികിത്സാ പിഴവ് വരുന്നുണ്ട്. പക്ഷേ അവർക്കെതിരെ ഒരു നടപടിയും സർക്കാർ എടുക്കുന്നില്ല. നടപടിയെടുത്ത് അവർക്കും ശിക്ഷ നൽകിയാലേ ഇക്കാര്യങ്ങളൊക്കെ ശരിയാകുമെന്നാണ് അദ്ദേഹം പറയുന്നത്. അലി അക്ബർ മറ്റൊരു വിഷയത്തിലാണ് പ്രതികരണം അറിയിക്കുന്നത്. ED വരുന്നത് നല്ലത് തന്നെ, പക്ഷേ അവർക്ക് ഇഷ്ടമുള്ള ആളുകൾക്കെതിരായിട്ടുള്ള തെളിവുകൾ നശിപ്പിക്കരുത്. 1000 കോടിക്ക് മേൽ പോയ പൈസ എങ്ങോട്ട് പോയെന്ന് കണ്ടെത്തണം. പാതിവില തട്ടിപ്പുമായി ബന്ധപ്പെട്ട ED റെയ്ഡിലാണ് അദ്ദേഹത്തിന്റെ പ്രതികരണം. ഇതോടെ പൊതുജനം കഴുതലസ് എന്ന പരിപാടി പൂർത്തിയാകുന്നു. നമസ്കാരം.